പുസ്തകം 31 അധ്യായം 1 വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു, പിന്നെ ഞാൻ ഒരു കന്യകയെ നോക്കുന്നതെങ്ങനെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6 അധ്യായത്തിൻ്റെ 22-23 വാക്യങ്ങളിൽ നാം വായിക്കുന്നു, ശരീരത്തിൻ്റെ വിളക്ക് കണ്ണ്. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിൻ്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. കണ്ണ് കേടുള്ളതെങ്കിലോ നിൻ്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും. കണ്ണ് കേടുള്ളതെങ്കിൽ, കാഴ്ച കേടുള്ളതെങ്കിൽ ജീവിതം മുഴുവനും ഇരുളായിരിക്കും. അപ്പം പിന്നെ കർത്താവ് പറഞ്ഞ നീ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് പറഞ്ഞത് സാധിക്കുമോ? അതുകൊണ്ട് കണ്ണേ മടങ്ങുക, കണ്ണേ അടങ്ങുക, കാഴ്ച ലിമിറ്റ് ചെയ്യപ്പെടട്ടെ. രണ്ടാമത്തെ വാതിൽ കാതാണ്, കേൾവിയാണ്. മിക്കവാറും